പ്രിയ കൂട്ടുകാർക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് ഇടുന്നതിൽ താമസം നേരിട്ടതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇടുന്നതിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടത് കൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഏതായാലും ഒരുപാട് ചാനലുകളുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇപ്പോൾ ഈ തരുന്ന ചോദ്യങ്ങളുടെ മികച്ച തിരഞ്ഞെടുത്ത ചോദ്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് ചോദ്യങ്ങൾ പഠിച്ചാൽ 80 GK ചോദ്യങ്ങൾ നമുക്ക് അനായാസം ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രിലിംസിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ 80 വീഡിയോ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മാറ്ററും പൂർണ്ണമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക്, ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന് വേണ്ടിയിട്ടൊരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ, ആ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഈ ചോദ്യങ്ങളെല്ലാം എഴുതി വയ്ക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് നോക്കാം. കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഗതാഗത മേഖലയിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര്. ഉത്തരം നാറ്റ്പാക്ക്. നാറ്റ്പാക്കാണ്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററാണ് നാറ്റ്പാക്ക്. ഓർക്കുക, നാറ്റ്പാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ്. കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാർ സംരംഭം ഏത്? കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാർ സംരംഭം ഏത്? ഉത്തരം കാംകോ. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ കാംകോ ആണ് കേരളത്തിൽ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കേരള സർക്കാർ സംരംഭം. ഓർക്കുക, കാംകോ. അടുത്ത ചോദ്യം. കേരള തമിഴ്നാട് തീരത്ത് ആശങ്ക സൃഷ്ടിച്ച ബുറേവി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം. ബുറേവി എന്ന ചുഴലിക്കാറ്റ് ഈ അടുത്തിടെ ഉണ്ടായിട്ട് നമുക്കറിയാം. ആ പേര് നിർദ്ദേശിച്ചത് മാലിദ്വീപ്സ് ആണ്. കറുത്ത കണ്ടൽക്കാടുകൾ എന്നാണ് ദിവ്യഹി ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം. ബുറേവിൻ്റെ അർത്ഥം കറുത്ത കണ്ടൽക്കാടുകൾ എന്നാണ്. ഇന്ത്യയിൽ ഈ വർഷം വീശുന്ന 5ാമത്തെ ചുഴലിക്കാറ്റാണ് ബുറേവി എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ്. ഉംപുൻ, നിവാർ, നിസർഗ, ഗതി എന്നീ ചുഴലിക്കാറ്റുകളാണ് ഇതിന് മുൻപ് വീശിയത്. ഉംപുൻ, നിവാർ, നിസർഗ, ഗതി. അപ്പോൾ ചുഴലിക്കാറ്റുകളെക്കുറിച്ച് അതിൻ്റെ കോഡുകളുമൊക്കെ ആയിട്ടൊരു വീഡിയോ ക്ലാസ് ഉണ്ട്, അത് തീർച്ചയായിട്ടും കാണണം. ഉംപുൻ, നിവാർ, നിസർഗ, ഗതി ഇത് 4ഉമാണ് ഇതിന് മുമ്പ് വന്ന ചുഴലിക്കാറ്റുകൾ. കറുത്ത കണ്ടൽക്കാടുകൾ എന്നാണ് ഈ പറയുന്ന ബുറേവി ചുഴലിക്കാറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം. അത് ദിവ്യഹി ഭാഷയിലാണ്. അത് മാൽദ്വീപ്സ് ആണ് ഈ പേര് കൊടുത്തത്. അടുത്ത ചോദ്യം. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായ വ്യക്തി ആര്? വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്, റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായത് ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറലായ സ്നേഹലത ശ്രീവാസ്തവ വിരമിച്ച ഒഴിവിലാണ് നിയമനം. അപ്പോൾ ഉത്പൽ കുമാർ സിംഗ് ആണ് മാറിയത് സ്നേഹലത ശ്രീവാസ്തവ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്കായ പുറ്റടി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്കായ പുറ്റടി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ നൃത്തരൂപത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ സാംസ്കാരിക എന്ന് പറയുന്ന ആ മേഖലയിലെ ഭാഗവുമായിട്ട് ഇത് ചോദിക്കാം. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ രൂപമാണ് കേരള നടനം. കേരള നടനം. ഗോപുരനടയിൽ എന്ന നാടകം രചിച്ച കഥാകാരൻ ആര്? ഗോപുരനടയിൽ എന്ന നാടകം രചിച്ച കഥാകാരൻ MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരുടെ നാടകമാണ്, അദ്ദേഹം രചിച്ച നാടകമാണ് ഗോപുരനടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയോ ഒന്നുമല്ല. ഗോപുരനടയിൽ എന്നുള്ളതൊരു നാടകമാണ്. അത് രചിച്ചത് MT വാസുദേവൻ നായരാണ്. അടുത്ത ചോദ്യം. കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേരെന്ത്? മുഖപത്രത്തിൻ്റെ പേര് പൊലി എന്നാണ്. പൊലി. ഒരുപാട് മുഖപത്രങ്ങൾ, പല സ്ഥാപനങ്ങളുടെയും മുഖപത്രങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ ഒരു വീഡിയോ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത് ഈ അടുത്തിടെ അതിന് പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേര് പൊലി എന്നാണ്. അത് ഓർത്തിരിക്കാൻ നിങ്ങൾ. ഫോക്ലോർ അതിൽ ലായുണ്ട്, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പൊലി എന്ന് ഓർക്കുക. ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേരാണ് പൊലി. അടുത്ത ചോദ്യം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച് ഏതാണ്? അപ്പോൾ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ചില വാർഷികങ്ങളൊക്കെ ഈ അടുത്ത് ആഘോഷിച്ചിരുന്നു.
അപ്പോൾ തിരുവനന്തപുരത്ത് നടന്നൊരു സംഗതിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൻ്റെ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലൊരു ബീച്ചിൽ. അതേത് ബീച്ചിലാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്? ചെറായി ബീച്ചിലാണ്. ചെറായി ബീച്ചിലാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം ഏതാണ്? കേരള റിനേഷൻസിൻ്റെ ഭാഗത്തുനിന്നും വളരെ വേറിട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്തൊരു UPSC പരീക്ഷകളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം ഏതാണ്? എവിടെ നിന്നാണ് തുടങ്ങിയത്? ഉത്തരം അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലിയിൽ നിന്നാണ് ആ ജാഥ പുറപ്പെട്ടത്. 1959 ജൂലൈയിലാണ്. 1959 അങ്കമാലിയിൽ നിന്നും പുറപ്പെട്ടതാണ് മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഈ ചോദ്യങ്ങൾ കൂടി എഴുതി ചേർക്കണം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. താങ്ക് യു.